ഹലോ അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു സുഹാന നബി വ്ളോഗ്. അപ്പം ഞാനൊരു ഇച്ചിരി പെട്ടെന്ന് വീഡിയോ ഇട്ടല്ലേ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ കുറച്ച് പേരായിട്ട് എൻ്റെ ഇൻസ്റ്റഗ്രാമിലും ചോദിക്കുന്നുണ്ട്, യൂട്യൂബിൻ്റെ കമൻസിലും വന്ന് പറയുന്ന ഒരു കാര്യമാണ് റൂം ടൂർ ചെയ്യാൻ. അപ്പം ഞാൻ ആലോചിച്ചപ്പോഴത്തേക്കും കുറച്ച് ദിവസം കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ വീടിൻ്റെയും റൂമിൻ്റെയൊക്കെ റിനോവേഷൻ നടക്കാൻ പോവാണ്. എൻ്റെ കല്യാണത്തിനെ തുടർന്ന് റിനോവേഷനൊക്കെ ചെയ്യാൻ പോവാണ്. അപ്പോൾ അതിന് മുമ്പായിട്ട് എൻ്റെ റിനോവേഷന് മുമ്പുള്ള റൂം നിങ്ങളൊന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. അത് കഴിഞ്ഞിട്ട് നമുക്ക് റിനോവേഷൻ കഴിഞ്ഞിട്ടുള്ള റൂമും കൂടെ കാണാം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എൻ്റെ റൂം ടൂറാണ്. അപ്പോൾ എല്ലാവരും പോയി കണ്ടിട്ട് വരും. റൂമിൻ്റെ കാര്യം പറയാനാണെങ്കിൽ നമ്മുടെ വീട് വെച്ചിട്ട് ഇപ്പോൾ ഒരു 16 ഇയേഴ്സ് ആവുന്നു. ഈ ഏപ്രിലിൽ 16 ഇയേഴ്സ് ആവും. അപ്പം ഈ 16 ഇയേഴ്സിൻ്റെ ഇടയിൽ എപ്പോഴോ എക്സ്റ്റെൻഡ് ചെയ്തെടുത്ത റൂമാണിത്. ഇത് ആക്ച്വലി ടെറസ് പോലെയായിരുന്നു, എന്തോ ആയിരുന്നു, അല്ലാതെ റൂമല്ലായിരുന്നു. അപ്പോൾ റൂം എക്സ്റ്റെൻഡ് ചെയ്തെടുത്തതാണ്. അപ്പം നമ്മുടെ റൂമിനൊരു പ്രത്യേകതയുണ്ട്. ആ പ്രത്യേകത ഞാൻ കാണിച്ചു തരാം. അപ്പം ഞാൻ പറഞ്ഞ നമ്മുടെ പ്രത്യേകത എന്താണെന്ന് കാണിച്ചു തരാം. വെയിറ്റ്, കണ്ടോ, നമ്മുടെ റൂമിൻ്റെ ഡോറ് ഇത്രയേ ഉള്ളൂ, കുഞ്ഞൊരു ഡോറാണ്. അപ്പോൾ ആദ്യം ഇത് എക്സ്റ്റെൻഡ് ചെയ്തെടുത്ത സമയത്ത് ഞാനും മുന്നേക്ക് കയറേണ്ട കാരണം കുഴപ്പമില്ല, ഈ കുഞ്ഞു ഡോറിൽ കൂടെ ഞങ്ങൾ കുനിഞ്ഞ് കയറുമായിരുന്നു. അപ്പോൾ ഇനി നമുക്ക് ഈ ഡോറ് ചേഞ്ച് ചെയ്യാനുണ്ട്. അപ്പോൾ നമ്മൾ റിനോവേറ്റ് ചെയ്യുമ്പോഴത്തേക്ക് ഈ ഡോറ് ചേഞ്ച് ചെയ്യും. അപ്പം അതൊരു വലിയ പണിയാണ്. അതാണ് ഈ റൂമിൻ്റെ റിനോവേഷൻ്റെ കാരണം തന്നെ ആക്ച്വലി ഈ ഡോറ് ചേഞ്ച് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ആദ്യം ഈ ഡോറ് ചേഞ്ച് ചെയ്യും. അപ്പോൾ നമ്മൾ നേരെ ഡോറ് കയറി റൈറ്റ് സൈഡിൽ നമ്മുടെ ബാത്റൂമാണ്. അപ്പം ഇതെല്ലാം കൂടെ ഒരുമിച്ച് എടുത്തതാണ്, അല്ലാതെ ഇതൊന്നും ഇല്ലായിരുന്നു, ഈ റൂമേ അല്ലായിരുന്നു. ആക്ച്വലി എനിക്ക് തോന്നുന്നൊരു 6-7 വർഷം മുമ്പ് ഈ റൂമൊന്നും അല്ലായിരുന്നു, ഇവിടെ ടെറസ് പോലെ എന്തോ ആയിരുന്നു. അപ്പോൾ ഈ റൂമിലോട്ട് ഇങ്ങനെ കയറി കഴിഞ്ഞ് നമ്മുടെ ലെഫ്റ്റ് സൈഡിലായിട്ടാണ് എൻ്റെ വാർഡ്രോബ്സ് ഒക്കെ സെറ്റ് ചെയ്തിരിക്കുന്നത്. എല്ലാം വൈറ്റ് കളറിലാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് നമ്മുടെ റൂമിലെ. അപ്പം വൈറ്റ് റൂമിന് സ്പേസ് കൊടുക്കും. പിന്നെ അത് മാത്രമല്ല, പപ്പാക്ക് എപ്പോഴും റൂംസും വീടും ഒക്കെ വൈറ്റ് കളറാണ് ഇഷ്ടം. അപ്പോൾ നമ്മൾ കയറി വന്ന ഉടനെ ഇങ്ങനത്തെ ഒരു പൊസിഷനിലോട്ടാണ് വരുന്നത്. അതായിരിക്കുന്നത്, അതാണ് എൻ്റെ പാണ്ട. എൻ്റെ പാണ്ടയ്ക്ക് വലിപ്പം കൂടുതൽ കാരണം ബെഡിൽ ഇരുത്താൻ പറ്റത്തില്ല. അപ്പം നമ്മൾ മോളി കയറ്റി വെച്ചിരിക്കുന്നത് കൊണ്ടല്ല, എനിക്ക് ഈ ഫെയറി ലൈറ്റ്സ് ഭയങ്കര ഇഷ്ടമാണ്. ഫെയറി ലൈറ്റ്സ് ഇങ്ങനെ ഫോട്ടോസ് ഹാങ് ഇടുന്നത് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ എൻ്റെ ബെഡിൻ്റെ ബാക്ക് സൈഡിലായിട്ടുണ്ടായിരുന്ന സംഭവമാണിത്. അപ്പോൾ ബെഡിൻ്റെ ബാക്കിൽ ഞാനൊരു ഫോട്ടോ വോൾ പോലെ ചെയ്തിട്ടുണ്ട്. ആ സമയത്ത് ഇത് എക്സ്ട്രാ ആയിട്ട് വന്നപ്പോൾ ഞാൻ എന്ത് ചെയ്തു, നമ്മുടെ വ്ളോഗിൻ്റെ ബാക്ക്ഗ്രൗണ്ടായിട്ട് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുക. അപ്പോൾ ഇവിടെ ഒരു ചെയർ ഇട്ട് കഴിയുമ്പം നമുക്കിത് വ്ളോഗിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ആക്കാം. എൻ്റെ വ്ളോഗ് മുമ്പ് കണ്ടിട്ടുണ്ടെങ്കിൽ ഏതെങ്കിലുമൊക്കെ വ്ളോഗുകളിൽ ഈ ഒരു ബാക്ക്ഗ്രൗണ്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇതാണ് നമ്മുടെ ഒരു വ്ളോഗിൻ്റെ ബാക്ക്ഗ്രൗണ്ട്. ഈ റൂമിൽ തന്നെ ഞാൻ ഇരുന്നിട്ടുള്ള വ്ളോഗുകളും ചെയ്യാറ്. അപ്പോൾ എല്ലാത്തിൻ്റെയും ബാക്ക്ഗ്രൗണ്ട്സ് ഞാൻ ചേഞ്ച് ചെയ്യാൻ ശ്രമിക്കാറുണ്ട്. അപ്പോൾ ഈ വാർഡ്രോബ് ഇങ്ങനെ ഒരു സ്ലൈഡിങ് ഡോറ് വരുന്ന ഒരു വാർഡ്രോബാണ്. ഇതൊരു സ്ലൈഡിങ് ഡോറാണ്. ഇത് നമുക്ക് സ്ലൈഡ് ചെയ്യാം. പിന്നെ സൈഡിലായിട്ട് ഇങ്ങനെ 2 ഡ്രോയേഴ്സ് താഴെ ഉണ്ട്. മുകളിലായിട്ട് 2 ഗ്ലാസ് പീസസ് ഇങ്ങനെ തട്ട് പോലെ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ മുകളിലത്തെ തട്ടിലാണ് ഞാൻ ഈ ഒരു ഫോട്ടോ ഫ്രെയിം എൻ്റെ ഈ ഒരു പീസ്. പിന്നെ നമ്മുടെ അതെന്തോ വയറ് കൊണ്ട് ചുമ്മാ കമ്പി കൊണ്ട് വളച്ചുണ്ടാക്കുന്ന സംഭവം. ഇതും ഈ ബ്രൈഡ് എന്ന് എഴുതിയ ഹാങ്ങറും കൂടെ നമ്മൾ ബോംബെയിൽ നിന്ന് മേടിച്ചതാണ്. അപ്പോൾ ഇതാണ് ഫസ്റ്റ് തട്ടിലുള്ളത്. അതിൻ്റെ നേരെ താഴോട്ട് പോയി കഴിഞ്ഞാൽ എൻ്റെ മേക്കപ്പ് സംഭവങ്ങളാണ് ഈ ബോക്സിലിട്ടിരിക്കുന്നത്. ഇപ്പോഴത്തെ സൈഡിലായിട്ട് നമ്മൾ ചീപ്പ്, പിന്നെ കുഞ്ഞു കുറച്ച് ബ്രഷസ് ഉണ്ട്, അതൊക്കെ കൂടി ഇട്ട് വെച്ചിരിക്കുന്നതാണ് ആ ഒരു സംഭവം. പിന്നെ എൻ്റെ ഗോ ടു മോയ്സ്ചറൈസർ, ബോഡി മോയ്സ്ചറൈസർ ആണ് അതും. പിന്നെ എൻ്റെ ഒരു ലിപ് ബാമാണ് ആയിരിക്കുന്നത്. അപ്പോൾ അത് 3 മാത്രം ഞാൻ അവിടെ വയ്ക്കും. അപ്പോൾ സെക്കൻഡ് തട്ടിൽ അതാണ് ഇരിക്കുന്നത്. ഇനി ഈ ഒരു ആമാടപ്പെട്ടി പോലത്തെ ഒരു സംഭവം, ഇതല്ല ആമാടപ്പെട്ടി, എന്നാലും ഒരു പെട്ടി. ആ പെട്ടിയിൽ എന്താണെന്ന് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഈ പെട്ടിയിൽ ഞാൻ വെച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ ഈ ബോക്സേ പാടെ എനിക്ക് എൻ്റെ ഒരു ഫ്രണ്ട് ഗിഫ്റ്റ് ചെയ്തതാണ് ഈ ബാംഗിൾസ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടതാണ്. എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, അമൃത. അവൾ പഞ്ചാബിലാണ് പഠിക്കുന്നത്. അപ്പോൾ അങ്ങോട്ടുള്ളവരൊക്കെ കല്യാണം കഴിഞ്ഞിട്ട് അവർക്ക് എന്തോ ഒരു ട്രഡീഷൻ ഉണ്ട്, ഇങ്ങനെ ഈ ബാംഗിൾസ് 1 വീക്കോ അങ്ങനെ എന്തോ അവർ ഇടും. അപ്പോൾ അതെനിക്ക് അവൾ എൻ്റെ നിക്കാഹിൻ്റെ സമയത്ത് ഗിഫ്റ്റ് ചെയ്തതാണ്. ഞങ്ങളുടെ 2 പേരും പേര് എഴുതിയിട്ടുണ്ട്, കണ്ടോ, നബീലിൻ്റെ NAB. അതിൻ്റെ ബാക്ക് സൈഡിലായിട്ട് എൻ്റെ പേരുണ്ട്. അപ്പോൾ ഈ ഒരു ബാംഗിൾസ് എനിക്ക് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്, ഭയങ്കര സ്പെഷ്യലാണ്. അപ്പം അത് ഞാനിവിടെ ഇങ്ങനെ വെച്ചിട്ടുണ്ട്.
കഴിഞ്ഞ് നമുക്ക് ഈ സൈഡിൽ വരുന്നതാണ് ഈ ഒരു വലിയ വാർഡ്രോബ്. ഈ വാർഡ്രോബിലാണ് എൻ്റെ ഡ്രസ്സൊക്കെ ഞാൻ വെച്ചിരിക്കുന്നത്. അല്ലാതെ ഇതിനെക്കുറിച്ച് സ്പെഷ്യലായിട്ടൊന്നും പറയാനില്ല. അപ്പോൾ പിന്നെ നിങ്ങൾ അവിടെ ഒരു കുട കാണുന്നുണ്ടായിരിക്കും. ആ കുട കേൾക്കണ്ടോ? ആ കുട എനിക്കൊരു വൃത്തികെട്ട സ്വഭാവമുണ്ട്. എനിക്ക് എന്തെങ്കിലും സാധനം ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു പോയാൽ അതെനിക്ക് യൂസ് ചെയ്യാൻ തോന്നത്തില്ല. അങ്ങനെ യൂസ് ചെയ്യാൻ തോന്നുന്നത് അത് എടുത്ത് വെച്ചിരിക്കുന്ന ഒരു കുടയാണ്. പിന്നെ റൈറ്റ് സൈഡിലോട്ട്, അവിടെ നിന്ന് റൈറ്റ് സൈഡിലോട്ട് വരുമ്പോൾ നമുക്ക് ഇങ്ങനത്തെ ഒരു വോളാണുള്ളത്. അപ്പം ഈ ഒരു വോളിൽ ഈ ഒരു വിൻഡോ ഉണ്ട്. ആ വിൻഡോയിൽ നമ്മൾ ബ്ലൈൻഡ്സ് വെച്ചിട്ടാണ് കേർട്ടൻ, ഈ ഇങ്ങനത്തെ കേർട്ടൻ്റെ പേര് ബ്ലൈൻഡ്സ് എന്നാണ്. അപ്പം അങ്ങനത്തെ കേർട്ടൻ വെച്ചിട്ടാണ് നമ്മൾ മറച്ചിരിക്കുന്നത്. പിന്നെ നമ്മൾ അവിടെ ഈ ഒരു ഷെൽഫും പിന്നെ ഈ നമ്മുടെ 2 വൈറ്റ് വാർഡ്രോബ്സും നമ്മൾ എവിടുന്നോ എനിക്കറിയത്തില്ല എവിടുന്നോ, പിന്നെ ഒരു സൈഡ് ടേബിളും കൂടെ ഒരുമിച്ച് മേടിച്ചാണ്. അപ്പം പിന്നെ ഈ ഒരു പോട്ടും ഈ ഒരു ഡ്രൈ ഫ്ലവർ സ്റ്റിക്സും കൂടെ നമ്മൾ പപ്പാടെ ഒരു ബെസ്റ്റസ്റ്റ് ഫ്രണ്ട് എന്ന് പറയാം, വലങ്കൈ എന്ന് പറയാം. അപ്പോൾ അങ്ങനെ ഒരു അങ്കിളുണ്ട് നമ്മുടെ കടയിൽ. അപ്പോൾ ആ അങ്കിളിന് വേറൊരു ഷോപ്പ് തുടങ്ങിയിട്ടുണ്ട്, ബൊഗെയിൻ വില്ല പറഞ്ഞിട്ട്. ഒരു ഇൻറ്റീരിയർ ഡെക്കോസ്, പിന്നെ ഫ്രഷ് പ്ലാന്റ്സ്, അങ്ങനത്തെ കുറേ ഐറ്റംസ് ഉണ്ട്. കുറേ പോട്ട്സ്, വെറൈറ്റീസ് ആയിട്ടുള്ള കുറേ സംഭവങ്ങളുണ്ട്. അപ്പം അവിടെ നിന്നാണ് നമ്മൾ ആ പോട്ടും ആ ഡ്രൈ ഫ്ലവർ സ്റ്റിക്സും കൂടെ മേടിച്ചത്. അപ്പം അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ വരുമ്പോൾ ഈ ഒരു ഷെൽഫ്, ആ ഷെൽഫിൻ്റെ പുറത്തായിട്ട് നമ്മൾ ഒരു സ്നേക്ക് പ്ലാന്റ് വെച്ചിട്ടുണ്ട്. ആ സ്നേക്ക് പ്ലാന്റിൻ്റെ പോട്ടും നമ്മൾ ഷെബീറങ്കിൾ എന്നാണ് പറയുന്നത്, ഷെബീറങ്കിളുടെ കടയിൽ നിന്ന് തന്നെ മേടിച്ചാണ്. അപ്പം ഈ ഒരു പോട്ടും ഈ സ്നേക്ക് പ്ലാന്റും കൂടെ ഈ ഒരു കോർണറിൽ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഈ സൈഡിൽ നിന്ന് ഇങ്ങനെ വരുമ്പോൾ നമ്മുടെ ബെഡിൻ്റെ ഏരിയ. ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് ഫോട്ടോ ഫ്രെയിംസ്, ഫോട്ടോ വോൾ ക്രിയേറ്റ് ചെയ്യാൻ അതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ഇതിൻ്റെ അകത്ത് കുറേ പിക്ചേഴ്സ്, ഇതിൻ്റെ അകത്ത് മോസ്റ്റ് പിക്ചേഴ്സ് എനിക്ക് ഗിഫ്റ്റ് കിട്ടിയതാണ് നിക്കാഹിൻ്റെ സമയത്ത്. ആ വരച്ച 2 പിക്ചറും പിന്നെ ഈ വരച്ചിരിക്കുന്ന ആർട്ടിമോ എന്ന് പറഞ്ഞിട്ട് ഇൻസ്റ്റഗ്രാം പേജുള്ള എൻ്റെ ഒരു ഫ്രണ്ട് ചെയ്തു തന്നതാണ്. അപ്പം ഇത്രയൊക്കെയാണ് ഈ ഒരു വാളിലുള്ളത്. ഇനി എനിക്ക് ഫോട്ടോസ് വെക്കാനുണ്ട്. ഇൻഷാ അല്ലാഹ് നമുക്ക് കല്യാണമൊക്കെ കഴിഞ്ഞിട്ട് കല്യാണത്തിൻ്റെ ഫോട്ടോസൊക്കെ അറേഞ്ച് ചെയ്യാം. ഫോട്ടോ വോൾ കഴിഞ്ഞിങ്ങനെ താഴോട്ട് വരുമ്പം നമ്മുടെ ബെഡിൻ്റെ മുകളിലായിട്ടാണ് ഞാൻ ഫോട്ടോ വോൾ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. ഇതാണ് ബെഡും ഈ ബാക്കിലത്തെ ഒരു സംഭവം, ഈ ഒരു പീസൊക്കെ കൂടെ സംഭവം പപ്പ ചെയ്തിരിക്കുന്നതാണ്. പപ്പാടെ ഗോഡൗണിലിട്ട് പപ്പാടെ വർക്കേഴ്സ് ചെയ്ത ബെഡും പുറകിലത്തെ സംഭവമാണ്, അല്ലാതെ നമ്മൾ പുറത്തുനിന്ന് മേടിച്ചൊന്നുമല്ല. അപ്പം നമുക്ക് ഈ കട്ടിലും ചേഞ്ച് ചെയ്യാനുണ്ട്. അത് ഇതും പിന്നെ ആ ഡോറിൻ്റെ വലിപ്പം കൂട്ടുന്നതൊക്കെയാണ് നമ്മുടെ മെയിൻ ഉദ്ദേശങ്ങൾ ഈ റൂമിൻ്റെ റിനോവേഷനെ പറ്റി. അപ്പോൾ ബെഡിൻ്റെ സൈഡിലായിട്ട് ഒരു ലാമ്പ് ഇങ്ങനെ വെച്ചിട്ടുണ്ട്. പിന്നെ ബെഡിൻ്റെ ഒരു റൈറ്റ് സൈഡിലായിട്ട് ഇങ്ങനൊരു വിൻഡോയുണ്ട്. പിന്നെ ആ ഇരിക്കുന്ന 2020 ഞങ്ങളുടെ കലണ്ടറാണ്, ഞങ്ങളുടെ ഫോട്ടോ വെച്ചിട്ടുള്ള 2020 കലണ്ടർ. അത് നമുക്ക് KGN മീഡിയ ചെയ്തു തന്നാണ്. ഇതാണ് എൻ്റെ ഒരു ബെഡിൻ്റെ ഏരിയ. അപ്പോൾ ഈ റൂമിൽ ഈ കട്ടിലും ഡോറും അല്ലാതെ വലിയൊരു പ്രശ്നമുണ്ട്. അത് ഞാൻ കാണിച്ചു തരാം. അതാണ് ഈ ഒരു വോൾ വൻ ദുരന്തമാണ്. കാര്യം എന്താണെന്ന് വെച്ചാൽ നമുക്ക് തൊട്ടപ്പുറത്തായിട്ട് ടോയ്ലറ്റ് ആയതുകൊണ്ട് അതിൻ്റെ ഈർപ്പം ഇങ്ങോട്ട് ഇറങ്ങുന്നതാണ് സംഭവം. ഈ ഒരു വോൾ ഇങ്ങനെ ആയി പോയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ വോള് എന്തൊക്കെയോ ചെയ്യാനുണ്ട്. അപ്പോൾ അതെന്തൊക്കെയോ ചെയ്ത് സംഭവം സെറ്റാക്കണം എന്ന് പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് മൺഡേ മുതൽ റിനോവേഷൻ സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ ഈ വോള് നമുക്കിനി വേറൊരു രൂപത്തിൽ കാണാം. പിന്നെ നമുക്ക് കട്ടിലിൻ്റെ ലെഫ്റ്റ് സൈഡിലായിട്ട് നമുക്ക് ഇങ്ങനൊരു സൈഡ് ടേബിൾ ഉണ്ട്. ആ സൈഡ് ടേബിൾ ഒരു ക്യൂട്ട് പ്ലാന്റ് വെച്ചിട്ടുണ്ട്. അതൊക്കെ മമ്മയുടെ പരിപാടിയാണ്. പിന്നെ ഞങ്ങളുടെ 2 പേരുടെയും ഫോട്ടോ വെച്ചിട്ട് എൻ്റെ ഫ്രണ്ട്സ് ഗിഫ്റ്റ് ചെയ്തൊരു സംഭവമാണ്. ഈ ഒരു തടിയിൽ എന്തോ ചെയ്തെടുത്ത ഈ ഒരു സംഭവം, ഒരു ഫ്രെയിം പോലത്തെ ഒരു സംഭവം. പിന്നെ KGN തന്നെ ചെയ്തു തന്നതാണ് ഈ ഒരു കലണ്ടർ സ്റ്റാൻഡ് പോലെ, മറ്റേത് ഹാങ് ചെയ്തിടുന്നതാണ്. ഇതൊരു സ്റ്റാൻഡ് പോലത്തെ സംഭവം. അപ്പോൾ എൻ്റെ റൂമിൽ കാണാൻ ഇത്രയൊക്കെ ഉള്ളൂ. എൻ്റെ പാണ്ട മേടിച്ച് ഫ്ലിപ്കാർട്ടിൽ നിന്നാണ്. അത് എനിക്ക് മേടിച്ച് തന്നൊരു ഗിഫ്റ്റാണ്. അപ്പം ഇത്രയൊക്കെയാണ് എൻ്റെ റൂമിലുള്ളത്. എനിക്ക് വൈറ്റ് റൂം വേണം, അല്ലെങ്കിൽ വൈറ്റ് റൂമിനോടാണ് എപ്പോഴും ആഗ്രഹം. അതാകുമ്പോൾ നല്ല സ്പേഷ്യസ് ആയിട്ടിരിക്കും, എപ്പോഴും നമുക്ക് ക്ലീനാക്കി വെക്കാൻ തോന്നും വൈറ്റ് ആകുമ്പോൾ. അപ്പോൾ ഇത്രയൊക്കെയാണ് എൻ്റെ റൂമിലുള്ളത്. ഫോട്ടോ ഫ്രെയിംസ്, അങ്ങനത്തെ കുറേ സംഭവങ്ങൾ നിങ്ങൾക്ക് കാണാൻ പറ്റും. പിന്നെ കുറച്ച് ടെഡീസ്. അപ്പം എനിക്ക് ടെഡീസിനോടും ഫോട്ടോസിനോടും ഭയങ്കര ഇഷ്ടമാണ്.
അപ്പോൾ ഇത്രയൊക്കെയാണ് എൻ്റെ റൂമിലുള്ളത്. നമുക്ക് ചേഞ്ചസ് ഒക്കെ വരുത്തി റിനോവേഷനൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ ഒരു അടിപൊളി റൂം ടൂറായിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ അപ്പം ഞാൻ പറഞ്ഞുതരാം നമ്മുടെ റിനോവേഷനൊക്കെ ചെയ്യുന്ന ഒരു അങ്കിളിൻ്റെ കാര്യം. അടിപൊളിയായിട്ട് നമ്മൾ പറയുന്നതൊക്കെ എന്തൊക്കെയാണ് അതൊക്കെ അക്സെപ്റ്റ് ചെയ്ത് നല്ലോണം നമ്മുടെ ആഗ്രഹങ്ങൾ പോലെ ചെയ്തു തരുന്ന ഒരു അങ്കിളാണ്. അപ്പോൾ എൻ്റെ റൂം ടൂർ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇത്രയൊക്കെയുള്ളൂ എൻ്റെ റൂമിൽ. റൂം ടൂർ ഇങ്ങനെയൊക്കെ ചെയ്യേണ്ടതെന്നൊരു വിശ്വാസം, അല്ലാതെ എനിക്ക് കൃത്യമായിട്ട് റൂം ടൂർ എങ്ങനെ ചെയ്യേണ്ടതെന്നല്ല. ഞാൻ കുറച്ച് വീഡിയോസൊക്കെ കണ്ടപ്പോഴത്തേക്ക് ഇങ്ങനെയൊക്കെയാണ് റൂം ടൂർ ചെയ്യുന്നതെന്ന് തോന്നി. അപ്പം ഇൻഷാ അല്ലാ റിനോവേറ്റഡ് റൂം ടൂറും ഞാൻ നിങ്ങളെ കാണിക്കുന്നതായിരിക്കും. അപ്പം ഇത്രയൊക്കെയുള്ളൂ പറയാൻ. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളായിരുന്നു. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് മൈ വീഡിയോ. അപ്പം സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. എന്നിട്ട് നമുക്ക് ഒരുമിച്ച് കുറേ സബ്സ്ക്രൈബേഴ്സിനൊക്കെ ആയിട്ട് ഇങ്ങനെ പോവാം. അപ്പം ഇത്രയൊക്കെയുള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ. താങ്ക് യു സോ മച്ച്. ബൈ.